കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 58. രചന ശാലിനി ഇ. 3 മണിക്കൂർ സ്റ്റുഡിയോയിൽ ചെലവഴിച്ചതിന് ശേഷം ആണ് മഹാദേവനും നദിയും തിരിച്ച് യാത്ര തുടങ്ങിയത്. അതായത് രാത്രി 8 മണിക്ക്. 3 മണിക്കൂർ യാത്ര ചെയ്താൽ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും 11 മണി കഴിയും. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിലും വൈകാനാണ് സാധ്യത. ഓഫീസിൽ നിന്നും സത്യപ്രതാപൻ ഇറങ്ങുന്ന സമയത്ത് സാധാരണ നദിയുടെ ഫോണിലേക്ക് വിളിച്ച് ഇറങ്ങാൻ പറയുകയാണ് പതിവ്. അന്ന് 7 മണിക്കാണ് സത്യപ്രതാപൻ ഓഫീസിൽ നിന്നും ഇറങ്ങുന്നത്. ഉടനെ ഫോണെടുത്ത് നദിക്ക് വിളിച്ചു. ഒന്നല്ല പലവട്ടം വിളിച്ചിട്ടും നദി ഫോണെടുത്തില്ല. വിളിച്ചിട്ട് എടുക്കാതെ ആയപ്പോഴാണ് അയാൾ നിർമ്മല സുകുമാരനെ വിളിക്കുന്നത്. അപ്പോഴാണ് നദി ഇന്ന് ഓഫീസിൽ വന്നിട്ടില്ല എന്ന് അയാൾ അറിയുന്നത്. അതോടെ അയാൾക്ക് ടെൻഷനായി. വേഗം അയാൾ ബദരിയെ വിളിച്ചു. അവൻ്റെ കൂടെയാണല്ലോ രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. 1-2 തവണ വിളിച്ചിട്ടും അവനും ഫോൺ എടുക്കാതെ ആയപ്പോൾ അയാൾക്ക് ടെൻഷനായി. സിദ്ധാർത്ഥിനെ വിളിച്ച് കാർത്തിക്ക് ഫോൺ കണക്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് കാർത്തിയും ഇന്ന് ലീവാണെന്ന് അറിയുന്നത്. അപ്പോൾ 3 കൂടി എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും എന്ന് അയാൾ ഉറപ്പിച്ചു. മുഖത്തൊരു കുഞ്ഞു സന്തോഷവും ഉണ്ടായി. അയാൾ തിരിച്ചു വീട്ടിൽ എത്തിയപ്പോഴും ബദരി എത്തിയിട്ടില്ല. വീണ്ടും ബദരിയുടെ ഫോണിലേക്ക് വിളിച്ചു. പ്രതികരണമില്ല. സമയം വൈകുന്തോറും അയാൾക്ക് ടെൻഷനായി തുടങ്ങി. ബദരിയുടെയും കാർത്തിയുടെയും കൂടെ നദി ഉണ്ടെന്നറിഞ്ഞാൽ ഒന്ന് ആശ്വസിക്കാമായിരുന്നു. അയാൾ പിന്നെയും നദിയുടെ ഫോണിലേക്ക് വിളിച്ചു. രേണുകയോടും ചില്ലുവിനോടും വിവരം പറഞ്ഞപ്പോൾ അവരതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. പ്രതാപേട്ടൻ എന്തിനാ വിഷമിക്കുന്നേ? അവൾ ചെക്കന്മാരെ കൂടെ ഉണ്ടാവുന്നേ. ചിലങ്കയും അതുതന്നെ പറഞ്ഞു. അങ്ങനെയായിരിക്കുമെന്ന ചിന്തയിൽ അയാളിലും ഒരു കുഞ്ഞു ആശ്വാസം തെളിഞ്ഞു. 9 മണി കഴിഞ്ഞു. കാർത്തിയുടെ കാർ ഗോവർദ്ധനത്തിലെത്തുമ്പോൾ പൂമുഖത്ത് തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു സത്യപ്രതാപനും രേണുകയും ചില്ലുവും. ഇതെന്താ ആരും വീട്ടിനുള്ളിൽ കയറാതെ പൂമുഖത്തിരിക്കുന്നത്? അങ്ങനെയൊരു ചിന്തയോടെയാണ് 2 പേരും പൂമുഖത്തേക്ക് കയറിയത്. നദി എവിടെ? 2 പേരുടെയും പിന്നിലേക്ക് നോക്കിക്കൊണ്ടാണ് സത്യപ്രതാപൻ ചോദിച്ചത്. നദി വന്നില്ലേ? ബദ്രിയുടേതാണ് ചോദ്യം. ആ ചോദ്യം കേട്ടതും അയാളുടെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി. ബദ്രി നിൻ്റെ കൂടെയല്ലേ അവൾ ഇവിടെ നിന്നിറങ്ങിയത്? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നദി എവിടെന്ന്? അയാളുടെ സ്വരം പരുക്കനായി എന്ന് മാത്രമല്ല, അയാൾ കോപം കൊണ്ട് ജ്വലിക്കുകയാണ്. കാർത്തി എന്താണെന്നറിയാതെ നിൽക്കുകയാണ്. നദി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവളെ കാണാനില്ലെന്നല്ലേ അർത്ഥം? അപ്പോൾ അവൾ എവിടെ പോയി? നിൻ്റെ ഫോൺ എവിടെടാ? നീയൊക്കെ ഫോൺ കയ്യിൽ പിടിച്ച് നടക്കുന്നതെന്തിനാ? എത്ര തവണ വിളിച്ചു ഞാൻ അതിലേക്ക്? ദേഷ്യവും സങ്കടവും ആദ്യം കൂടി കലർന്ന സമ്മിശ്ര വികാരത്തിന് അടിമപ്പെട്ടിരുന്നു അയാളപ്പോൾ. അപ്പോൾ കുഞ്ഞോൾ ഇന്ന് ഓഫീസിൽ വന്നില്ലെങ്കിൽ? കാർത്തി, ഞാൻ അവളെ സാധാരണ കാണാറില്ല. ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവളുടെ ഫോണിലേക്ക് ഞാൻ വിളിക്കാറാണ് പതിവ്. ഇന്ന് 7 മണിക്ക് ഇറങ്ങാമെന്ന് കരുതി നദിയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോഴാണ് അവൾ എടുക്കാതിരുന്നത്. ഉടനെ ഞാൻ നിർമ്മലയ്ക്ക് വിളിച്ചു. അപ്പോഴാണ് പറഞ്ഞത് നദി ഇന്ന് വന്നിട്ടില്ലെന്ന്. ഉടനെ ഞാൻ ബദ്രിയുടെ ഫോണിലേക്ക് വിളിച്ചു. അവൻ എടുത്തില്ല. നീ ഓഫീസിലുണ്ടാകുമെന്ന് കരുതി സിദ്ധാർത്ഥിനോട് കോൾ കണക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് നീ ഇന്ന് ഓഫീസിൽ വന്നിട്ടില്ല എന്ന്. സ്വാഭാവികമായും ഞാൻ കരുതി അവൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന്. 3 പേരും കൂടി ബീച്ചിലോ മറ്റോ കറങ്ങാൻ പോയതാകുമെന്ന് കരുതി. ഇവിടെ വന്നപ്പോൾ ഇവരും പറഞ്ഞു അതുതന്നെയായിരിക്കും സംഭവമെന്ന്. അയാൾ തളർന്നിട്ട് എന്നതുപോലെ സോപാനത്തിലേക്ക് ഇരുന്നു. രേണുകയുടെയും ചിലങ്കയുടെയും അവസ്ഥ മറിച്ചല്ലായിരുന്നു. കാർത്തി, ഞാൻ തിരുനന്തനത്ത് അവളെ ഇറക്കുമ്പോൾ പറഞ്ഞിരുന്നു ഇന്ന് കോളേജിൽ കൊണ്ടുവിടാൻ ഞാൻ ഉണ്ടാവില്ല എന്ന്. അങ്കിളിൻ്റെ കൂടെ പോകണമെന്നും പറഞ്ഞു. അന്നേരം അവൾ എന്നോട് പറഞ്ഞതാ ഇന്ന് അവൾ കോളേജിലും ഓഫീസിലും പോകുന്നില്ലെന്ന്. ഇന്ന് മുഴുവൻ അമ്മാമ്മയുടെ കൂടെ ഇരിക്കുമെന്ന്. അവൾ തിരുനന്തനത്ത് ഉണ്ടാവും കാർത്തി. ബദരിയുടെ വാക്കുകൾ എല്ലാവരും ചെറിയൊരു ആശ്വാസം പകർന്നു. എന്നാലും അവൾക്ക് ഒന്ന് വിളിച്ചു പറയാമായിരുന്നില്ലേ എന്നൊരു ചിന്ത എല്ലാവരുടെയും ഉള്ളിലുമുണ്ടായിരുന്നു. കാർത്തി, നീ രാമേട്ടനെ ഒന്ന് വിളിച്ചു നോക്ക്. ബദ്രി പറഞ്ഞതും കാർത്തി വേഗം രാമേട്ടനെ വിളിച്ചു. എന്താ കുഞ്ഞേ? ഫോൺ എടുത്തതും രാമേട്ടൻ തിരക്കി. നദി അവിടെ ഇല്ലേ രാമേട്ടാ? ഇല്ലല്ലോ കുഞ്ഞേ, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതിന് ശേഷം മഹിക്കുഞ്ഞിൻ്റെ കൂടെ പുറത്തേക്ക് പോയതാണ്. ഇവിടേക്ക് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. മറുപടിയൊന്നും പറയാതെ കാർത്തി ഫോൺ വെച്ചു.
രാമേട്ടൻ എന്തു പറഞ്ഞു? സത്യപ്രതാപൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൻ മഹാദേവൻ്റെ ഫോണിലേക്ക് വിളിച്ചു. മഹാദേവൻ്റെ ഫോൺ സ്വിച്ച് ഓഫായിരുന്നു. കാർത്തി കുയിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കടിച്ചു പിടിച്ചും കൊണ്ട് മൂക്കിൻ്റെ തുമ്പിലേക്ക് ഇറങ്ങി വന്ന കണ്ണട ചൂണ്ടുവിരൽ കൊണ്ട് ഒന്ന് കയറ്റി വെച്ചു. എന്താടാ, എന്താ കാര്യം? നീ എന്തെങ്കിലും ഒന്ന് പറയാ. ബദ്രി കാർത്തിയെ പിടിച്ച് കുലുക്കി. രാമേട്ടൻ പറയുന്നു ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതിന് ശേഷം അവൾ അച്ഛൻ്റെ കൂടെ പുറത്തേക്ക് പോയെന്ന്. അച്ഛൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്. കുഞ്ഞോളുടെ നമ്പർ കയ്യിലുണ്ടെങ്കിൽ നീ ഒന്ന് വിളിക്ക്. ഒരു 20 തവണയെങ്കിലും ഞാൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടാകും. ഒരു റിപ്ലൈയും ഇല്ല. കാർത്തി ബദ്രിയോട് നദിയെ വിളിക്കാൻ പറയുന്നത് കേട്ട് സത്യപ്രതാപൻ പറഞ്ഞു. ഇനിയിപ്പോൾ എന്തു ചെയ്യും? സമയം 10 മണി കഴിഞ്ഞല്ലോ. എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകുമോ കാർത്തി? ആക്സിഡൻറ്റോ മറ്റോ? ബദ്രിയുടെ ആശങ്ക ആ വഴിക്കാണ് തിരിഞ്ഞത്. നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്താലോ കാർത്തി? വേണ്ട. സത്യപ്രതാപൻ ചോദിച്ച ഉടനെ തന്നെ കാർത്തി മറുപടി പറഞ്ഞു. നദിയെക്കുറിച്ച് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കാതിരിക്കുന്നതാണ് അച്ഛാ നല്ലത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അയാൾ സംശയത്തോടെ മകൻ്റെ മുഖത്തേക്ക് നോക്കി. കാര്യമുണ്ടെങ്കിൽ അവളെ ചുറ്റിപ്പറ്റി കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. അവളെ ആരെങ്കിലും തട്ടിക്കൂട്ട് പോയിട്ടുണ്ടാവുമോ എന്നാണ് ഞാനിപ്പോൾ ഭയക്കുന്നത്. പറഞ്ഞു നിൽക്കുന്ന നേരം കൊണ്ട് മഹാദേവൻ്റെ കാർ ഗോവർദ്ധനത്തിൻ്റെ ഗേറ്റ് കടന്ന് മുറ്റത്ത് വന്നു നിന്നു. അച്ഛൻ്റെ കാർ. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാർത്തി മുറ്റത്തേക്ക് ഇറങ്ങി. ബദ്രിയും പിന്നാലെ കാർത്തിയും ഓടിയാണ് കാറിനടുത്തേക്ക് ചെന്നത്. കാറിനടുത്ത് ചെന്നതും രണ്ടുപേരും വ്യക്തമായി കണ്ടു കോ ഡ്രൈവർ സീറ്റിലിരുന്ന് ഉറങ്ങുന്ന നദിയെ. ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ കാർത്തി മഹാദേവൻ്റെ മുഖത്തേക്ക് നോക്കി. അച്ഛനിതൊക്കെ കുട്ടിക്കളിയാണോ? ഫോണും ഓഫാക്കി വെച്ച് നടക്കുക, മറ്റുള്ളവരെ ടെൻഷനാക്കാൻ. നദി ഇങ്ങോട്ടിറങ്ങ്. കാർത്തി ദേഷ്യത്തോടെ ഡോർ തുറന്ന് പിടിച്ചും കൊണ്ട് അവളുടെ ദേഹത്ത് തട്ടി. ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന നദി ചുറ്റുപാടും നോക്കി. കാർ നിൽക്കുന്നത് ഗോവർദ്ധനത്തിൻ്റെ മുറ്റത്താണെന്ന് അവൾക്ക് മനസ്സിലായി. ഇത്രയും നേരം വൈകുമെങ്കിൽ നിനക്കൊന്ന് അങ്കിളിനെ വിളിച്ച് പറയാമായിരുന്നില്ലേ? ഞങ്ങളെല്ലാവരും എന്താ നിനക്ക് കുരങ്ങ് കളിപ്പിക്കാനുള്ളവരാണോ? കാർത്തി ശബ്ദമുയർത്തി തന്നെയാണ് ചോദിക്കുന്നത്. അവന് സങ്കടവും കോപവും നിയന്ത്രിക്കാൻ കഴിയുന്നില്ലായിരുന്നു. മഹാദേവനും ഇത്രയും പ്രതീക്ഷിച്ചില്ല. തിരുനന്ദനത്തെ വിളിച്ച് രാമേട്ടനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുമല്ലോ എന്ന് കരുതി. നദിയാണെങ്കിൽ കാർത്തി ഇത്രയും ഉറക്കെ ചീത്ത പറയുന്നത് കേട്ട് പേടിച്ച് നിൽക്കുകയാണ്. സങ്കടം നിറഞ്ഞ കണ്ണുകൾ ഒഴുകാൻ തുടങ്ങി. ഫോൺ റിങ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ നിനക്കൊന്നും എടുത്താലെന്താ? കാർത്തി വീണ്ടും നദിക്ക് നേരെ തിരിഞ്ഞു. ഫോൺ സൈലൻറ്റിൽ. എന്തിന്? പറയാതെയാണ് പോയതെന്ന ചിന്ത നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ഫോൺ സൈലൻറ്റിൽ വയ്ക്കുമായിരുന്നോ? ഞാൻ ഓർത്തില്ല, സോറി. ഇംഗ്ലീഷുകാർ അങ്ങനെ ഒരു വാക്ക് കണ്ടുപിടിച്ചത് നന്നായി. കുറ്റം മുഴുവൻ ചെയ്തു വെച്ചിട്ട് ആ വാക്ക് ഉപയോഗിച്ചാൽ പോരെ? അങ്ങനെയൊരു ദേഷ്യഭാവത്തിൽ നദി ആദ്യമായി കാണുകയാണ് കാർത്തിയെ. അവൾ മുഖം കുനിച്ചു നിന്നു. കണ്ണുകളിൽ നിന്നും നീർമണികൾ മുത്തുകൾ ആയി താഴേക്ക് ചിതറി. അവളെ വഴക്ക് പറയലടാ കാർത്തി, ഞാനൊന്ന് പറയട്ടെ. മഹാദേവൻ നദിക്ക് സഹായത്തിനായി മുന്നോട്ട് വന്നു. അച്ഛനൊരു കോപ്പം പറയണ്ട. ഇവൾക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അച്ഛൻ എന്ത് സമാധാനം പറയുമായിരുന്നു? മഹാദേവന് പറയാൻ അവസരം കൊടുക്കാതെ അവൻ വീണ്ടും നദിക്ക് നേരെ തിരിഞ്ഞു. കയറിപ്പൊയ്ക്കോ, മേലിൽ ഇത് ആവർത്തിച്ചാൽ എൻ്റെ ഭാഷ ഇങ്ങനെ ആയിരിക്കില്ല. അത് കേട്ടതും കയ്യിലുള്ള ബാഗുമായി നദി അകത്തേക്ക് ഓടി. ശിലങ്കയ്ക്ക് പാവം തോന്നിയെങ്കിലും അവൾ പിന്നാലെ പോയില്ല. കുറച്ചുനേരം ഞങ്ങളെയെല്ലാം ചക്രശ്വാസം വലിപ്പിച്ചതല്ലേ, കുറച്ചൊന്ന് സ്വയം ഉരുകുന്നത് നല്ലതാണ്. ശിലങ്ക അകത്തേക്ക് കയറിപ്പോയതും സത്യപ്രതാപൻ മഹാദേവൻ്റെ അടുത്തേക്ക് ചെന്നു. കാരുണ്യൻ്റെ മകളൊക്കെ തന്നെ ആയിരിക്കാം. അവൾ നിൽക്കുന്നത് തിരുനന്ദനത്തിലെന്ന ഓർക്കണം നീ. ഇവിടെ എൻ്റെ വീട്ടിലാണ് അവൾ താമസിക്കുന്നത്. എൻ്റെ ഉത്തരവാദിത്തത്തിലാണ് അവൾ ജീവിക്കുന്നത്. ഞാൻ അവളെ സംരക്ഷിക്കുന്നത്. അപ്പോൾ അവളെവിടെ പോകുന്നു എന്ന് അറിയാനുള്ള ബാധ്യതയും എനിക്കുണ്ട്. നീ എന്താ കരുതിയത്? എന്നും രാവിലെ നിൻ്റെ അടുത്തേക്ക് വിടുന്നത് കൊണ്ട് ഞാനും നീയും തമ്മിലുള്ള എല്ലാ തെറ്റും അവസാനിച്ചെന്നോ? മക്കൾ കേട്ടും കൊണ്ട് നിൽക്കുന്നു. ഞാൻ വെറുതെ ഒന്നും പറയുന്നില്ല.
സത്യപ്രതാപൻ ഓരോ വാക്ക് പറയുമ്പോഴും മഹാദേവൻ നോക്കിയത് മുഴുവൻ കാർത്തിയായിരുന്നു. എന്നാൽ അവൻ്റെ മുഖത്ത് ആദ്യമായി കേൾക്കുന്ന ഞെട്ടലൊന്നും അയാൾ കണ്ടില്ല. പിന്നെ ഒരു നിമിഷം പോലും മഹാദേവന് അവിടെ നിൽക്കാൻ തോന്നിയില്ല. സത്യപ്രതാപൻ പിന്തിരിഞ്ഞതും മഹാദേവൻ കാറിൽ കയറി പുറത്തേക്ക് ഓടിച്ചുപോയി. അച്ഛനോട് എത്ര ദേഷ്യമുണ്ടെങ്കിലും അങ്കിളിപ്പോൾ അച്ഛനോട് സംസാരിച്ച രീതി ശരിയായില്ല. അകത്തേക്ക് കയറിപ്പോയവളിൽ അങ്കിളിനേക്കാൾ അധികാരം ആ പോയയാൾക്കുണ്ട്, അത് മറക്കരുത്. അത്രയും പറഞ്ഞിട്ട് കാർത്തിയും കാറിൽ കയറി. അല്ലെങ്കിലും അച്ഛനും മകനും എൻ്റെ മേലെ കുതിര കയറാനാണല്ലോ സാമർഥ്യം. അച്ഛൻ ചെയ്ത തെറ്റൊന്നും മകൻ അറിയണമെന്ന് ആഗ്രഹമില്ല. അവൻ്റെ മുൻപിൽ അച്ഛൻ എന്നും പുണ്യാളൻ. അച്ഛനെ ശരിക്കും അറിയുന്ന ദിവസം വരും, അന്നേ നീയൊക്കെ ശരിക്കും പഠിക്കൂ. കാർത്തിയുടെ കാർ പുറത്തേക്ക് പോകുന്നത് നോക്കി നിന്നുകൊണ്ട് സത്യപ്രതാപൻ ദേഷ്യത്തോടെ പറഞ്ഞു. അച്ഛന് തെറ്റിപ്പോയി. അച്ഛൻ്റെയും അമ്മയുടെയും എന്തിന് അമ്മാമ്മയുടെയും കണ്ണിൽ അമ്മാമ്മ തന്നെയാണ് കുറ്റക്കാരൻ. എന്നാൽ യഥാർത്ഥ കുറ്റക്കാരൻ അമ്മാമ്മയല്ലെന്ന് അച്ഛൻ ഓർത്തു. അമ്മാമ്മയുടെ ഒപ്പം നിൽക്കേണ്ടിയിരുന്ന ആത്മാർത്ഥ കൂട്ടുകാരനായിരുന്നു അച്ഛൻ എന്ന മനുഷ്യനെ തനിച്ചാക്കാതെ ഒപ്പം നിന്നിരുന്നെങ്കിൽ, സത്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഈ നഷ്ടങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇതിപ്പോൾ നിഴൽ യുദ്ധം ചെയ്ത് പോലെയായി. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.